ദൈവത്തിൻ്റെ സമയം പൂർണ്ണമാണ്. സഭാപ്രസംഗി 3:11. അവൻ എല്ലാം അവൻ്റെ സമയത്ത് മനോഹരമായി ഉണ്ടാക്കിയിരിക്കുന്നു. ഈ വചനം നമ്മെ ഒരു മഹത്തായ സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ഒരിക്കലും വൈകുകയില്ല, ഒരിക്കലും പെട്ടെന്ന് വരികയുമില്ല. അവൻ്റെ സമയം എല്ലായ്പ്പോഴും പൂർണ്ണമാണ്. മനുഷ്യരായി നാം പലപ്പോഴും കാത്തിരിക്കാനാണ് ബുദ്ധിമുട്ടുന്നത്. ഉത്തരം ഇപ്പോൾ വേണം, അനുഗ്രഹം ഇന്ന് വേണം, വാഗ്ദാനം ഉടൻ പൂർത്തിയാകണം എന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുക സമയം നഷ്ടമല്ല, അത് ഒരുക്കത്തിൻ്റെ സമയമാണ്. ബൈബിളിലെ ചില ഉദാഹരണങ്ങൾ നോക്കാം. അബ്രഹാമിനും സാറയ്ക്കും ദൈവം ഒരു മകൻ വാഗ്ദാനം ചെയ്തു. എന്നാൽ വർഷങ്ങളോളം അവർ കാത്തിരുന്നു. അവർ ഇടയ്ക്ക് ദൈവത്തിൻ്റെ സമയത്തെ മറികടക്കാൻ ശ്രമിച്ചപ്പോൾ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ ഇസഹാക്ക് വാഗ്ദാനത്തിൻ്റെ മകൻ ജനിച്ചു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെക്കാൾ മുമ്പേ പോകാൻ ശ്രമിച്ചാൽ വേദന വരും, പക്ഷേ അവൻ്റെ സമയത്തെ വിശ്വസിച്ചാൽ സന്തോഷം വരും. യോസേഫിൻ്റെ ജീവിതവും കാണൂ. ദൈവം അവന് മഹത്വത്തിൻ്റെ സ്വപ്നം കൊടുത്തു. പക്ഷേ സ്വപ്നം പൂവണിയുന്നതിന് മുമ്പ് സഹോദരന്മാർ അവനെ വിറ്റുകളഞ്ഞു. അടിമയായി മാറി ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവൻ കാത്തിരിപ്പിലും നിരാശയിലും ആയിരുന്നെങ്കിലും ദൈവം അവനെ വലിയ കാര്യങ്ങൾക്കായി ഒരുക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ സമയം എത്തിയപ്പോൾ യോസേഫ് മിസ്രയീം രാജ്യത്തിൻ്റെ 2ാം ഭരണാധികാരിയായി ഉയർന്നു. അനേകം ആളുകളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇന്ന് ലോകം എല്ലാം വേഗത്തിൽ നേടണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവം പലപ്പോഴും കാലാവസ്ഥകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വിത്ത് വലിയ വൃക്ഷമായി വളരാൻ സമയം വേണം. അതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ സമയം വേണ്ടതാണ്. പഴം കാലത്തിന് മുമ്പ് പറിച്ചാൽ അത് പുളിയാകും. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് പഴം കൊയ്യുമ്പോൾ അത് രുചികരവും മനോഹരവുമാകും. കാത്തിരിക്കുക എളുപ്പമല്ല, പക്ഷേ അത് നമ്മുടെ വിശ്വാസം വളർത്തുന്നു. യെശയ്യാ 40:31 പറയുന്നു, കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് ശക്തി പുതുക്കപ്പെടും, അവർ കഴുകൻ്റെ ചിറക് പോലെ ഉയരും. കാത്തിരിപ്പ് നമ്മെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വൈകുന്നത് പോലെ തോന്നിയാലും നിരാശരാകേണ്ട. ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. അവൻ അപ്രത്യക്ഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സാറയുടെ കണ്ണീർ ചിരിയായി മാറ്റിയ ദൈവം, യോസേഫിനെ ജയിലിൽ നിന്ന് അരമനയിലെത്തിച്ച ദൈവം, യേശുവിന് സമയം വന്നപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം, അതേ ദൈവം ഇന്നും നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കുക. എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം, കർത്താവെ, ഞാൻ നിന്റെ സമയത്തെ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ തുടങ്ങൂ. നിങ്ങളുടെ പദ്ധതികളെ അവനോട് സമർപ്പിച്ച് വിശ്വാസത്തോടെ കാത്തിരിക്കുക. അവൻ്റെ പൂർണ്ണ സമയത്ത് അവനെല്ലാം മനോഹരമാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.